ഹായ് ഫ്രണ്ട്സ്. കൊടും ചൂട് കാരണം നമുക്ക് വീടിനകത്തോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാനോ സാധിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ കറണ്ട് ബില്ല് ഒട്ടും കൂടാതെ എ സിയും എയർ കൂളറും ഇല്ലാണ്ട് നമുക്ക് വീട് മുഴുവനായിട്ട് തണുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ട്ടോ. അങ്ങനെയുള്ള നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നുള്ളത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. നമുക്ക് കിച്ചണിൽ ഒരുപാട് ഉപയോഗമുള്ള നല്ലൊരു ടിപ്സ് ആണ്. അപ്പോൾ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. ബോട്ടിലിന്റെ ഈ ഒരു ഇത്രയും ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് അതിനെ നമുക്കൊന്ന് ഷേപ്പും കൂടി ചെയ്തെടുക്കാം. ഒന്ന് ചെരിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കട്ട് ചെയ്തതിന്റെ ആ ഒരു പീസ് കണ്ടാൽ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് മനസ്സിലാവും. ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തുള്ളത്. ഇത് നമ്മൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഇപ്പൊ ഇത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ എടുക്കാൻ മറ്റൊരു സ്പൂണോ എന്തോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പൊടി എടുത്തതിന് ശേഷം അത് അതിൽ തന്നെ വെച്ചിട്ട് ബോട്ടിൽ അടച്ചു വെക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുക്കളയിൽ ഒരുപാട് ഉപയോഗപ്രദമായ നല്ലൊരു ടിപ്സ് ആണ്. അതിനായിട്ട് ഞാൻ ദാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഓയിൽ ഇട്ടോ, ഒരുപാട് വേണ്ട, ഒരു അല്പം മാത്രം മതി. എന്നിട്ട് ആ ഓയിലൊക്കെ ആ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് തേച്ചതിന് ശേഷം എന്നിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതിന്റെ മുന്നേ ചെയ്യേണ്ടതാണ് കേട്ടോ. എന്നിട്ട് ഒരു അല്പം മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ മാവെല്ലാം കുഴച്ചെടുക്കുന്ന സമയത്ത് ആ പാത്രത്തിലൊക്കെ അത്രയും അതിന്റെ ചുറ്റുഭാഗത്തും ഗോതമ്പ് പൊടി ഗോതമ്പ് കുഴച്ചത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇതുപോലെ നിങ്ങൾ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ഒരു അല്പം പോലും ഒട്ടിപ്പിടിക്കാണ്ട് നിങ്ങൾക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാത്രം നമ്മൾ സാധാരണ കഴുകുന്ന സമയത്ത് അതിന്റെ ചുറ്റിലും നന്നായിട്ട് ഗോതമ്പൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കഴുകാൻ സാധിക്കുക. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇനി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ചപ്പാത്തിയുടെ മാവും നല്ല സോഫ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ പാത്രവും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് കഴുകിയെടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് നമുക്ക് അടുക്കളയിൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപയോഗമുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിനായിട്ട് ചകിരി എടുക്കുന്നുണ്ട്. ചകിരിയുടെ നാര് എടുക്കുക കേട്ടോ. ഇതുപോലെ നാര് എടുത്തതിന് ശേഷം അതിൽ നന്നായിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ടുണ്ടെന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ അതിലുള്ള പൊടിയൊക്കെ നമുക്ക് പോയി കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ പൊടിയെല്ലാം കളഞ്ഞെടുക്കുന്ന നാരാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പരമാവധി നമുക്ക് കളഞ്ഞെടുക്കാം. ഇനി അതിൽ ഒരു അല്പം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞെടുത്തുള്ള നാരാണ്. ഇതിന്റെ ഒരു ഉപയോഗം എന്താന്ന് വെച്ചാൽ വീട്ടമ്മമാർക്ക് പലപ്പോഴും രാവിലെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ആ പുട്ടിനുള്ള ആ ഒരു നമ്മൾ ആ കുറ്റിയിൽ ആദ്യം ഇടുന്ന ഒന്ന് അതിന്റെ പുട്ടിന്റെ ചില്ലായിരിക്കുമല്ലോ, ആ ചില്ല് കാണാത്തൊരവസ്ഥ ഉണ്ടാവാറില്ലേ? അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഞാനും ചില സമയത്ത് കാണാതെ തെരഞ്ഞ് 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 നമ്മൾ ആ ടൈം ഇല്ലാത്ത സമയത്ത് തെരഞ്ഞ് തെരഞ്ഞ് കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒട്ടും വിഷമിക്കേണ്ട. അപ്പം തന്നെ ഇത് ചെയ്താൽ മതി ട്ടോ. ഇതുപോലെ ചകിരിയുടെ നാരെടുക്കുക. എന്നിട്ട് അതിനുള്ള ആ ഒരു പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നാരിനെയൊക്കെ ഒന്ന് റൗണ്ട് ആക്കിയിട്ടൊന്ന് ഒതുക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോട്ടന്റെ ത്രെഡ് എടുത്തിട്ട് അതിനൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കട്ടെ. ചുറ്റിലും നമുക്ക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പുട്ടുണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ സെറ്റ് ചെയ്തെടുത്തുള്ള ഈ ഒരു ചകിരിനാര് ഇനി നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ ആ കുറ്റിയിലേക്ക് ഇതുപോലെ നിറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. പുട്ടിന്റെ ആ ഒരു ചില്ല് നമ്മൾ ഏത് ഭാഗത്താണോ വെക്കുന്നത് ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുട്ടിന്റെ മാവെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. തേങ്ങയും അതേപോലെ തന്നെ പുട്ടിന്റെ പൊടിയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വേവിക്കാനായിട്ട് വെക്കാം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്ന അത്രയും സമയം തന്നെ ഈ ഒരു പുട്ട് വേവാനായിട്ട് എടുക്കുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പുട്ട് കിട്ടും ട്ടോ. ഷേപ്പിൽ വ്യത്യാസം വരില്ല. അതേപോലെ തന്നെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവില്ല. ചകിരിനാര് വെച്ച് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു ഇതും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അടുക്കളയിൽ നമുക്ക് പലപ്പോഴും ഉപയോഗമുള്ള നല്ലൊരു ടിപ്സാണ്. പുട്ടിന്റെ ചില്ല് കാണാനില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അടിപൊളി പുട്ടുണ്ടാക്കാനായിട്ട് സാധിക്കും ട്ടോ. അപ്പൊ ഈ ഒരു ടിപ്സ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത്. നമുക്ക് കറണ്ട് ബില്ല് ഒട്ടും കൂടാതെ വീട് മുഴുവൻ തണുപ്പിച്ചെടുക്കുന്നതിനുള്ള നല്ലൊരു സൂത്രമാണ്. അതിനായിട്ട് ഞാൻ 2 ബോട്ടിൽ എടുക്കുന്നുണ്ട്. ബോട്ടിലിന്റെ ഈ ഒരു താഴ്ഭാഗത്ത് ഇതുപോലെ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അതങ്ങനെ 2 ബോട്ടിലിന്റെയും താഴ്ഭാഗത്തു നിന്ന് നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബോട്ടിൽ ചുറ്റിലും നമുക്കിതുപോലെ ഒരു കമ്പി ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഏറ്റവും താഴ്ഭാഗത്ത് വേണ്ട, മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ 2 ബോട്ടിലും ചെയ്യണം കേട്ടോ.
ഇനി അടുത്ത വേണ്ടത് ചകിരിനാരാണ്. ചകിരിനാര് നമ്മൾ ബോട്ടിലിൽ വെക്കുകയാണ്. ബോട്ടിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ താഴ്ഭാഗത്തിലാണ് ആദ്യം ഇതുപോലെ ചകിരിനാര് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ബോട്ടിലും ഇതുപോലെ ചകിരിനാര് വെച്ചതിന് ശേഷം ഞാനിത് നമ്മളുടെ ടേബിൾ ഫാനിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഒരു കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. 2 ബോട്ടിലും 2 സൈഡിലായിട്ട് ഫാനിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ കേബിൾ ടൈ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴ്ഭാഗത്ത് ചകിരി ഉണ്ട്. പിന്നെ ഈ ചകിരിയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഐസിൻ്റെ മുകളിലേക്ക് വീണ്ടും ചകിരിനാര് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ ഐസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് നമ്മൾ ഫാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും. നമുക്ക് എ സിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു തണുപ്പാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു ഐസ് വെള്ളമായി കഴിഞ്ഞാലും ആ ഐസിൽ നിന്ന് വരുന്ന ആ നനവ് ഈ ചകിരീനെ നല്ല രീതിയിൽ നനച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ചകിരി നല്ല നനവുള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടെ വരുന്ന കാറ്റ് നന്നായിട്ട് നമുക്ക് തണുപ്പ് കൊടുക്കുന്നതാണ് കേട്ടോ. ഐസ് വെള്ളമായാലും നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ തണുപ്പ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ചകിരിനാര് ഉണങ്ങുക എന്ന് പറഞ്ഞാൽ വെയിൽ കൊണ്ടാൽ മാത്രമേ ഉണങ്ങുള്ളൂ. അപ്പം നമുക്ക് ആ ഫാൻ ഓഫ് ചെയ്യുന്നത് വരെ നമുക്ക് നന്നായിട്ട് തണുപ്പ് കിട്ടുന്നതാണ് കേട്ടോ. റൂം തണുപ്പിക്കുന്നതിനുള്ള മറ്റൊരു ട്രിക്കാണ് കേട്ടോ. ചകിരി എടുക്കുന്നുണ്ട്. ചകിരി ഞാനിത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് അതിൽ വെള്ളമുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആ ഒരു ചകിരി മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് അതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചുള്ള വെള്ളം നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ചകിരി നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു തണുപ്പും വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഈ ഒരു ട്രേ നമ്മൾ കിടക്കുന്ന ബെഡിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫാനും കൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ ആ റൂമിലേക്ക് നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.